നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തംബ്നെയിൽ കണ്ടല്ലോ, അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് ഈ ഫേസ്ബുക്കൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഡോളർ. ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുന്നു, ചിലർക്ക് ഒരുപാട് ഡോളർ കിട്ടുന്നു, ചിലർക്കൊന്നും കിട്ടുന്നില്ല, അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നു, ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങനെ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമാണ്. ഫേസ്ബുക്ക് നമുക്ക് ഒരുപാട് ക്യാഷ് തരുന്നു, ഡോളർ തരുന്നു എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമായി മാറിയേക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ എനിക്കറിയാവുന്ന ഒരു ഇൻഫോർമേഷൻ ആണ്. അപ്പോൾ നമുക്കിപ്പം എല്ലാവർക്കും നമുക്ക് ഫേസ്ബുക്ക് ചാനൽ ഇപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഫേസ്ബുക്ക് പേജ് ഉള്ളതായിരിക്കും. അപ്പോൾ ഈ ഫേസ്ബുക്കുള്ള പേജുള്ള എല്ലാവർക്കും നമുക്ക് ഡോളർ കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. പേജുള്ള എല്ലാവർക്കും വേണമെങ്കിൽ നമുക്ക് ഡോളർ കിട്ടും, പക്ഷേ അതിന് ഒന്ന് രണ്ട് മാനദണ്ഡങ്ങളുണ്ട്, ഒന്ന് രണ്ട് ക്രൈറ്റീരിയകളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഡോളർ കിട്ടുള്ളൂ. അതിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഫോളോവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് ആ സംഭവം അത് അവർക്ക് തോന്നണം. അതായത് നമുക്ക് ഏകദേശം ഒരു മാസത്തോളം നമ്മൾ ഫേസ്ബുക്കിൽ നന്നായിട്ട് ആക്റ്റീവായിട്ട് ഫോട്ടോസും വീഡിയോസും, അത് നമ്മുടെ ഒറിജിനൽ കണ്ടൻറ്റ് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുക, നിങ്ങളുടെ ഫാമിലിയുടെ ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും റീൽസ് ആണെങ്കിലും നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. അതിപ്പം ജെന്യുവൻ ആയിട്ടുള്ള ഒറിജിനൽ കണ്ടൻറ്റുകൾ നിങ്ങൾ ഒരു മാസത്തോളം നിങ്ങൾ പോസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ഫേസ്ബുക്കിൽ വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഒരു ഇൻവിറ്റേഷൻ തരും. ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഇൻവിറ്റേഷൻ വന്നത് കണ്ടൻറ് മോണിറ്റൈസേഷൻ്റെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. കണ്ടൻറ് മോണിറ്റൈസേഷനിലാണ് നമുക്കിപ്പോൾ വരുന്നത്. പണ്ടൊക്കെ നമുക്ക് ഫേസ്ബുക്ക് പേജ് ആക്റ്റീവ് ആക്കി എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കണമെങ്കിൽ ഒരുപാട് അവരുടെ വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത്ര 10,000 ഫോളോവേഴ്സ് വേണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ഇപ്പോൾ അതൊന്നുമില്ല. പക്ഷേ അവർ പറയുമ്പോൾ അവർക്ക് ഇപ്പോൾ നമുക്കൊരു വീക്ക്ലി ചലഞ്ച് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ വീക്ക്ലി ചലഞ്ച് എല്ലാം നമ്മളിങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം. ഒരു വീക്കിൽ അല്ലെങ്കിൽ ഒരു മാസത്തേക്കുണ്ടാവും. ഒരു വീക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താലും നെക്സ്റ്റ് വീക്കിലേക്കുള്ള ചലഞ്ച് അവർ തരും. അതായത് മൺഡേ ആയിരിക്കും അവർ തരുന്നത്. അപ്പോൾ നിങ്ങൾ ട്യൂസ്ഡേ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നെക്സ്റ്റ് മൺഡേ തന്നെ അടുത്ത ചലഞ്ച് വരുള്ളൂ. നെക്സ്റ്റ് മൺഡേ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അവർ നമുക്കിങ്ങനെ ഓരോ ചലഞ്ചും കാര്യങ്ങളൊക്കെ തരും. നമ്മളതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവരുടെ ക്രൈറ്റീരിയകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ഇൻവിറ്റേഷൻ നമുക്ക് തരും. ഫേസ്ബുക്ക് നമുക്കൊരു ഇൻവിറ്റേഷൻ തരും. നമുക്ക് അവരുടെ കണ്ടൻറ് മോണിറ്റൈസേഷൻ പ്രോഗ്രാമിൽ പങ്കെടുക്കാം, നമുക്ക് അവരുടെ ഡോളേഴ്സൊക്കെ ഏൺ ചെയ്യാം എന്നുള്ളത്. ഇപ്പോൾ ഫോട്ടോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന ആളുകൾ ഫേസ്ബുക്കിലുണ്ട്. നല്ല രീതിയിൽ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ചുമ്മാ ഫേസ്ബുക്ക് നമുക്ക് ആർക്കും ക്യാഷ് തരില്ല. അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം അവർ പറയുന്ന പോലെ തന്നെ ചെയ്യുകയും നമ്മൾ ഫേസ്ബുക്കിൽ നല്ല രീതിയിൽ ആക്റ്റീവായിട്ടിരിക്കുകയും ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാവർക്കും ഫേസ്ബുക്ക് ക്യാഷ് തരുന്നു, എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് എന്തുകൊണ്ട് ക്യാഷ് കിട്ടുന്നില്ല എന്നുള്ളതിനൊരു ചെറിയൊരു ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ക്യാഷ് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് ഫേസ്ബുക്കിൽ നല്ല രീതിയിൽ പണിയെടുത്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഫേസ്ബുക്ക് ക്യാഷ് തരുള്ളൂ. അല്ലാണ്ട് ചുമ്മാ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഡോളർ കിട്ടണം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിനകത്തും കുറച്ചും കൂടെ കാര്യങ്ങൾ നല്ല രീതിയിൽ ഫേസ്ബുക്ക് വഴി ഏൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫേസ്ബുക്കിൽ അതിൻ്റെ ക്രൈറ്റീരിയകളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. താങ്ക്